നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. മിച്ചം 7.1 ബില്യൺ യൂറോ. 2025 അവസാനിക്കുമ്പോൾ സർക്കാരിന്റെ ഖജനാവിൽ മിച്ചം 7.1 ബില്യൺ യൂറോ. കഴിഞ്ഞ വർഷം 107.4 ബില്യൺ ആയിരുന്നു നികുതി വരുമാനം. ജയിൽ ശിക്ഷയില്ല. മയക്കുമരുന്ന് പ്രതികൾക്ക് ജയിൽ ശിക്ഷ ഒഴിവാക്കാൻ ഐറിഷ് സർക്കാർ. ജയിലിന് പകരം കമ്മ്യൂണിറ്റി സർവീസ് നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. ഉയർന്നു തന്നെ. അയർലൻഡിൽ ഫ്ലൂ ബാധിതരുടെ എണ്ണം ഉയർന്നു തന്നെ. കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കിടെ പനി ബാധിതരുടെ എണ്ണം 2049 ആഞ്ഞടിക്കാൻ ഗുരുത്തി. യൂറോപ്പിൽ ആഞ്ഞടിക്കാൻ ഗുരുത്തി എത്തുന്നു. ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണ് വരും ദിവസങ്ങളിൽ യൂറോപ്പിലേക്ക് ആഞ്ഞു വീശുക. 2025 ചൂടേറിയ വർഷം. അയർലൻഡിൽ കടന്നുപോയത് ചൂടേറിയ വർഷം. 1900 ശേഷം അയർലൻഡിൽ ഏറ്റവും ചൂട് അനുഭവപ്പെട്ട രണ്ടാമത്തെ വർഷമായിരുന്നു 2025. അതിവേഗം വളരുന്ന വിമാനത്താവളമായി മാറി അയർലൻഡ് വെസ്റ്റ് എയർപോർട്ട്. ചരിത്രത്തിൽ ആദ്യമായി വിമാനത്താവളം വഴി യാത്ര ചെയ്തവരുടെ എണ്ണം 9,46,381 ആയി. മുള്ളിങ്കർ റീജിയണൽ ആശുപത്രിയിലും തിരക്ക്. അടിയന്തര സാഹചര്യത്തിലല്ലാതെ ആശുപത്രിയിൽ എത്തരുതെന്ന് അധികൃതർ. മോർട്ട്ഗേജ് നിരക്കുകൾ വർദ്ധിപ്പിച്ച് ICS മോർട്ട്ഗേജസ്. പുതിയ നിരക്കുകൾ വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. പോയ വർഷം ഏറ്റവും കൂടുതൽ തിരക്കേറിയ വിമാനത്താവളമായി കോർക്ക് വിമാനത്താവളം. 3.46 ദശലക്ഷം യാത്രികർ വിമാനത്താവളത്തിലെത്തി. ഐറിഷ് ബീഫ് ഉൽപ്പന്നങ്ങൾക്കായുള്ള വിപണി വീണ്ടും തുറക്കാൻ അയർലൻഡിനോട് ആവശ്യപ്പെട്ട് ചൈന. ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ മീഹോൾ മാർട്ടിനാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പിടികൂടാനുള്ള ശ്രമത്തിനിടെ വെനസ്വേല പ്രസിഡന്റ് മഡുറോയ്ക്കും ഭാര്യയ്ക്കും പരിക്ക്. US ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ISI കുട്ടികളെ ഉപയോഗിച്ച് ഇന്ത്യയിൽ ചാരപ്രവർത്തനം നടത്തുന്നതായി റിപ്പോർട്ട്. പ്രായപൂർത്തിയാകാത്ത 40ഓളം പേർ നിരീക്ഷണത്തിൽ. കർണാടകയിൽ BJP പ്രവർത്തകയോട് പോലീസിന്റെ ക്രൂരത. പോലീസ് വാഹനത്തിൽ വെച്ച് വിവസ്ത്രയാക്കി മർദ്ദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന് കനത്ത തിരിച്ചടി. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളി. MLA VK പ്രശാന്ത് ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വാടക ഓഫീസ് ഒഴിയാനൊരുങ്ങുന്നു. MLA ഓഫീസ് മരുതൻകുഴിയിലേക്ക് മാറ്റാനാണ് തീരുമാനം. കൂറ്റൻ സ്കോറുമായി ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അണ്ടർ-19 ക്രിക്കറ്റ് ഏകദിന പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ 393 റൺസ് നേടി ഇന്ത്യ. 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് നേട്ടം. വാർത്തകൾ തള്ളി റിധിമ പതക്. ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ നിന്നും പുറത്താക്കിയെന്ന വാർത്തകൾ തള്ളി ഇന്ത്യൻ അവതാരക റിധിമ പതക്. സ്വമേധയാ പിന്മാറിയതാണെന്ന് റിധിമ. മഞ്ഞുവീഴ്ചയും മഴയും. അയർലൻഡിൽ മഞ്ഞുവീഴ്ചയും കനത്ത മഴയും. ഗുരത്തി കൊടുങ്കാറ്റ് അയർലൻഡിലൂടെ നീങ്ങുന്ന പശ്ചാത്തലത്തിലാണ് കാലാവസ്ഥ പ്രതികൂലമാകുന്നത്. കേരളത്തിൽ മഴ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ. ജില്ലകളിൽ യെല്ലോ അലർട്ട്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.